ശ്രീരാമചന്ദ്രന്റെ സഹോദരിയെക്കുറിച്ച് തുളസീദാസ രാമായണത്തിലോ വാൽമീകി രാമായണത്തിലോ പ്രതിപാദിക്കുന്നില്ല. എന്നാൽ ഇതിഹാസത്തിൻ്റെയും പിന്നീട് ഇന്ത്യൻ സാഹിത്യത്തിൻ്റെയും വടക്കൻ പുനരവലോകനങ്ങളിൽ ദേവി ശാന്തയെക്കുറിച്ച് വ്യക്തമായി വിവരിക്കുന്നുണ്ട്. പുരാതന വിശ്വാസമനുസരിച്ച് ദേവി ശാന്തയെ ദശരഥ രാജാവ് അംഗദേശ രാജാവായ രോമപാദനും അദ്ദേഹത്തിൻ്റെ പത്നി വർഷിണി രാജ്ഞിക്കും ദത്ത് നൽകുകയായിരുന്നു. ഒരിക്കൽ അംഗദേശത്തിലെ രാജാവായ രോമപാദൻ തൻ്റെ പത്നിയോടൊപ്പം ദശരഥ മഹാരാജാവിനെ കാണാൻ അയോധ്യയിൽ വന്നു. അംഗദേശ രാജാവിന് കുട്ടികളില്ല എന്നറിഞ്ഞ ദശരഥ മഹാരാജാവും പത്നി കൗസല്യയും ശാന്താദേവിയെ ദത്ത് നൽകുകയായിരുന്നു. അങ്ങനെയാണ് ശാന്ത അംഗരാജ്യത്തിൻ്റെ രാജകുമാരിയായി മാറിയത്. വേദങ്ങൾ, കലകൾ, കരകൗശല വിദ്യകൾ, യുദ്ധം എന്നിവ അഭ്യസിച്ച ശാന്ത വളരെയധികം സുന്ദരിയായാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ദിവസം ദേവിയുടെ പിതാവായ രോമപാദ രാജാവ് ശാന്തയുമായി സംഭാഷണത്തിൽ മുഴുകിയിരിക്കുമ്പോൾ മഴക്കാലത്ത് കൃഷിക്ക് സഹായം അഭ്യർത്ഥിക്കാൻ ഒരു ബ്രാഹ്മണൻ വന്നു. ബ്രാഹ്മണന്റെ ദുരവസ്ഥ രോമപാദൻ ശ്രദ്ധിച്ചില്ല. ബ്രാഹ്മണനെ ഇത് പ്രകോപിപ്പിക്കുകയാണ് ഉണ്ടായത്. മഴയുടെ ദേവനായ ഇന്ദ്രന് തൻ്റെ ഭക്തനോടുള്ള അപമാനം സഹിക്കാനായില്ല. ഇക്കാരണത്താൽ അംഗരാജ്യത്ത് മഴ കുറഞ്ഞു വന്നു. വരൾച്ചയ്ക്ക് കാരണമായി. അതിനിടയിൽ ദശരഥൻ തൻ്റെ പാരമ്പര്യം തുടരാനും തൻ്റെ രാജവംശത്തെ സമ്പന്നമാക്കാനും ഒരു മകനെ ആഗ്രഹിക്കുകയാണ് ഉണ്ടായിരുന്നത്. സമ്പൂർണ്ണ ശുദ്ധി പാലിക്കുന്നതിലൂടെ ലഭിക്കുന്ന ശക്തികളുള്ള ഒരു ബ്രാഹ്മണൻ നടത്തുന്ന യജ്ഞങ്ങളിലൂടെ മാത്രമേ ഇരു രാജ്യങ്ങളിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ എന്നും അത്തരത്തിലുള്ള ഒരേയൊരു വ്യക്തി ഋഷ്യശൃംഗൻ മാത്രമാണെന്നും ഉപദേശിക്കപ്പെട്ടു. സ്ത്രീകളെക്കുറിച്ച് അറിവില്ലാതെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടാണ് ഋഷ്യശൃംഗൻ വളർന്നത്. നഗരത്തിൽ കൊണ്ടുവന്ന് ആവശ്യമായ യജ്ഞച്ചടങ്ങുകൾ നടത്താൻ പ്രേരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഋഷ്യശൃംഗന്റെ പിതാവായ വിഭാന്തകന്റെ ശക്തിയും കോപവും ഭയന്ന് ആ ഋഷ്യശൃംഗനെ എങ്ങനെ സമൂഹത്തിൽ പരിചയപ്പെടുത്തും എന്ന് രാജാവ് ആലോചിച്ചു. അങ്ങനെ 2 രാജാക്കന്മാരെയും കൂടെ യുവതികളെയും അയച്ചു. തുടർന്ന് ശാന്ത ഈ ദൗത്യം നിറവേറ്റുകയും ഋഷ്യശൃംഗൻ ശാന്തയെ വിവാഹം കഴിക്കുവാൻ തയ്യാറാകുകയും ചെയ്യുന്നു. തുടർന്ന് അംഗരാജ്യത്തിനു വേണ്ടി യജ്ഞം നടത്താൻ അദ്ദേഹം സമ്മതിക്കുന്നു. ആ സമയത്ത് കനത്ത മഴ പെയ്തു. പൊതുജനങ്ങൾ സന്തോഷിച്ചു. അംഗരാജ്യത്ത് ഉത്സവങ്ങൾ കൊണ്ടാടി. ഋഷ്യശൃംഗൻ ദശരഥന് സന്തതി ജനിക്കാനായി പുത്രകാമേഷ്ടി യജ്ഞവും നടത്തി. ആ യജ്ഞത്തിൻ്റെ ഫലമായി രാമൻ, ഭരതൻ, ഇരട്ടകളായ ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവർ ജനിച്ചു. കൗസല്യദേവിയുടെയും ദശരഥ മഹാരാജാവിൻ്റെയും ആദ്യ കുട്ടിയായ ശാന്താദേവി തന്നെയാണ് ശ്രീരാമൻ്റെയും മറ്റ് സഹോദരങ്ങളുടെയും ജനനത്തിനും യഥാർത്ഥത്തിൽ കാരണമായത്. ബസ്ത് ജില്ലയിൽ നിന്ന് 45 കിലോമീറ്റർ അകലെ ഹരയ തഹസിൽ മാതാ ശാന്താദേവിയുടെ വസതിയായ ശൃംഗിനാരി എന്നാണ് ആ സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ പേര്. ത്രേതായുഗത്തിൽ മാതാ ശാന്ത അവിടെ നിബിഡവനങ്ങളിൽ വസിക്കുകയും പൂജയും ആരാധനയും നടത്തുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഋഷ്യശൃംഗൻ നിർമ്മിച്ച മാതാ ശാന്തയുടെ ഒരു വലിയ ക്ഷേത്രം ഇവിടെയുണ്ട്. മാതാ ശാന്ത തൻ്റെ ശരീരം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ഋഷ്യശൃംഗൻ ദേവിയുടെ സ്മരണയ്ക്കായി ശൃംഗിനാരിയിൽ ക്ഷേത്രം പണിതിരുന്നു. അത് ഇപ്പോഴും ഇവിടെയുണ്ട്. ശാന്താദേവിയുടെ ഒരു വിഗ്രഹവും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ ദേവി ശാന്തയും ഋഷ്യശൃംഗനും ഒരുമിച്ചാണ് ആരാധിക്കപ്പെടുന്നത്.